ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരവാദത്തെ ചെറുത്ത ഇന്ത്യ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയായ 51 റോഡുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ജമ്മുകശ്മീരിലെ അവന്തിപ്പോര, ത്രാൽ പ്രദേശങ്ങളിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ 2 ദിവസമായി നടന്ന ഏറ്റുമുട്ടലിൽ 6 ഭീകരർ കൊല്ലപ്പെട്ടു. മലപ്പുറത്ത് ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൌത്യം ശക്തമാക്കി വനം വകുപ്പ്. ഡെങ്കിപ്പനി പ്രതിരോധ നടപടികളുടെ പ്രാധാന്യത്തിലൂന്നി ഇന്ന് ദേശീയ ഡെങ്കിപ്പനി ദിനം. ദോഹയിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് മീറ്റിൽ നിലവിലെ ലോക ചാമ്പ്യനായ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്ന് മത്സരിക്കും. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരവാദത്തെ ചെറുത്ത ഇന്ത്യ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഗുജറാത്തിലെ ഭുജിലെ വ്യോമതാവളത്തിലെത്തിയ അദ്ദേഹം വ്യോമസേനാ ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയാണ്. ജമ്മുകശ്മീരിലെ അവന്തിപ്പോര, ത്രാൽ പ്രദേശങ്ങളിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ 2 ദിവസമായി നടന്ന ഏറ്റുമുട്ടലിൽ 6 ഭീകരർ കൊല്ലപ്പെട്ടതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. അവന്തിപ്പോരിൽ പോലീസും സൈന്യവും തമ്മിൽ സംഘടിപ്പിച്ച സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ ജാഗ്രത കർശനമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയായ 51 റോഡുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. വൈകുന്നേരം 4:30 ഓൺലൈനായാണ് ഉദ്ഘാടനം. മന്ത്രി PA മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം നഗരത്തിലെ 12 സ്മാർട്ട് റോഡുകൾ ഉൾപ്പെടെയാണ് മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. അണ്ടർഗ്രൌണ്ട് ഡക്റ്റുള്ളതുകൊണ്ട് കുടിവെള്ളത്തിനോ സ്വീവേജ് ലൈനിനോ വേണ്ടി നിരന്തരം വെട്ടിപ്പൊളിക്കാതെ അറ്റകുറ്റപ്പണി നടത്താം എന്നതാണ് സ്മാർട്ട് റോഡിന്റെ പ്രത്യേകത. വൈദ്യുതി, ടെലിഫോൺ, ഇന്റർനെറ്റ് കേബിളുകളെല്ലാം റോഡിനടിയിലൂടെയാണ് പോകുന്നത്. 21.34 കിലോമീറ്ററിലായി ഏകദേശം 180 കോടി രൂപ ചെലവിട്ടാണ് തിരുവനന്തപുരം നഗരത്തിലെ 12 സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സ്മാർട്ട് റോഡുകൾക്ക് പുറമെ നഗരത്തിലെ 27 പ്രധാന റോഡുകളും BMBC നിലവാരത്തിൽ നവീകരിച്ചിരുന്നു. കോളറയുടെ ലക്ഷണങ്ങളുമായി തിരുവല്ല സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന രോഗി മരിച്ചു. ആലപ്പുഴ തലവടി ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിൽ രഘു PG യാണ് ഇന്ന് പുലർച്ചെയോടെ മരിച്ചത്. കോളറയാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ഫലം വന്നാൽ മാത്രമേ രോഗം സ്ഥിരീകരിക്കാൻ കഴിയൂവെന്നും അധികൃതർ അറിയിച്ചു. മൃതദേഹം തിരുവല്ല സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംസ്കാരം പിന്നീട് നടക്കും. മലപ്പുറം കാളികാവിൽ ഇന്നലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൌത്യം വനംവകുപ്പ് ശക്തമാക്കി. വനംവകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘവും RRT സംഘവും സംയുക്തമായാണ് ദൌത്യം നടപ്പിലാക്കുന്നത്. കടുവയെ പിടികൂടാനായി മുത്തങ്ങയിൽ നിന്നും കുങ്കിയാനകളെ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനായി പരിസരത്ത് 50 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. നിലവിൽ 3 സംഘങ്ങളായി തിരിഞ്ഞാണ് വനപാലകർ കടുവയ്ക്കായി തിരച്ചിൽ നടത്തുന്നത്. ഇന്നലെ രാവിലെയാണ് ഗഫൂറിനെ കടുവ ആക്രമിച്ചത്. വയനാട് 900 കണ്ടിയിൽ റിസോർട്ടിലുണ്ടായ അപകടത്തിൽ വിനോദസഞ്ചാരി മരിച്ച സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. നടത്തിപ്പുകാരായ സ്വച്ഛന്ദ്, അനുരാഗ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. പ്രതികളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയാഘോഷങ്ങൾക്കൊപ്പം ഇന്ത്യൻ സൈനികരുടെ ധീരതയെയും അഭിവാദ്യം ചെയ്ത് രാഷ്ട്രം. സായുധ സേനകളോടുള്ള ആദരസൂചകമായി കാർഗിൽ യുദ്ധത്തിൽ തന്റെ 24ാം വയസ്സിൽ രാജ്യത്തിനായി ജീവൻ ത്യജിച്ച പരംവീർ ചക്ര ജേതാവ് ക്യാപ്റ്റൻ മനോജ് കുമാർ പാണ്ഡെയെക്കുറിച്ച് ആകാശവാണി വാർത്താ വിഭാഗം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്. ഉത്തർപ്രദേശിലെ സീതാപൂർ സ്വദേശിയായ ക്യാപ്റ്റൻ മനോജ് കുമാർ പാണ്ഡെ 11ാം ഗൂർഖ റൈഫിൾസിലെ 1ാം ബറ്റാലിയനിൽ ലഫ്റ്റനന്റായി ഔദ്യോഗിക സേവനം ആരംഭിച്ചു. അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകമായിരുന്ന ക്യാപ്റ്റൻ പാണ്ഡെ ഓപ്പറേഷൻ വിജയിയുടെ ഭാഗമായി നിരവധി ആക്രമണങ്ങളിൽ പങ്കെടുത്തു. 1999 ജൂലൈ 2, 3 തീയതികളിൽ രാത്രിയിൽ ഖലുബാറിലേക്കുള്ള മുന്നേറ്റത്തിനിടെ അദ്ദേഹത്തിന്റെ പ്ലറ്റൂണിന് നേരെ കനത്ത വെടിവയ്പുണ്ടായി. ഗുരുതരമായ പരിക്കേറ്റുവെങ്കിലും ധൈര്യത്തിന്റെയും അർപ്പണബോധത്തിന്റെയും പ്രതീകമായ ലഫ്റ്റനന്റ് മനോജ് കുമാർ പാണ്ഡെ രാജ്യത്തിന് വിജയം ഉറപ്പാക്കിയ ശേഷമാണ് മരണത്തിന് കീഴടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ സൈന്യത്തിന് അഭിവാദ്യമർപ്പിച്ച് സംഘടിപ്പിക്കുന്ന തിരംഗ യാത്ര ഇന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നടക്കും. കൊച്ചി, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് എന്നിവിടങ്ങളിൽ തിരംഗ യാത്ര നടക്കുന്നുണ്ട്.
കണ്ണൂർ ജില്ലയിൽ പടക്കങ്ങൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും ഡ്രോൺ ഉപയോഗിക്കുന്നതിനും ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിച്ചു. രാജ്യാതിർത്തിയിലെ വെടിനിർത്തലിന്റെയും സമാധാന അന്തരീക്ഷത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടർ ഉത്തരവ് പിൻവലിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ദേശീയ ഡെങ്കി ദിനം. ഡെങ്കിപ്പനി പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം, ഉറവിടങ്ങൾ പരിശോധിക്കുക, വൃത്തിയാക്കുക, മൂടിവയ്ക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഡെങ്കിപ്പനിയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിന് 2010 മുതലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മെയ് 16 ദേശീയ ഡെങ്കിപ്പനി ദിനമായി പ്രഖ്യാപിച്ചത്. പൊതുജനങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഡെങ്കിപ്പനി നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ. കാപ്പാട് ബീച്ച് വാക്വേയിലെ മരങ്ങളിൽ ഓർക്കിഡ് വസന്തം തീർക്കാനൊരുങ്ങി മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനും കോഴിക്കോട് DTPCയും. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കേരളത്തിലെ റോഡുകളുടെ വശങ്ങളിൽ കാണുന്നതും വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുറിച്ചു മാറ്റപ്പെടുന്നതുമായ മരങ്ങളിൽ കാണുന്ന ഓർക്കിഡുകളെയാണ് വൈൽഡ് ഓർക്കിഡുകളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയിലൂടെ കാപ്പാട് ബീച്ചിലേക്ക് മാറ്റി നടുന്നത്. പശ്ചിമഘട്ട ജൈവ വൈവിധ്യ സമ്പന്നതയുടെ അടയാളമായ ഓർക്കിഡ് വൈവിധ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഡെൻമാർക്ക് ആസ്ഥാനമായുള്ള ഫൌണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കേഷനുള്ള കാപ്പാട് ബീച്ചിൽ ഓർക്കിഡ് നടുന്നത്. ബീച്ചിലെ മരങ്ങളിൽ QR കോഡ് ഉൾപ്പെടുത്തിയ ബോർഡുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും നടന്നുവരികയാണ്. പത്തനംതിട്ട ജില്ലയിൽ എന്റെ കേരളം പ്രദർശന വിപണന കലാമേളയ്ക്ക് ഇന്ന് തുടക്കം. ശബരിമല ഇടത്താവളത്തിൽ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. മെയ് 22 വരെ നടക്കുന്ന മേളയിൽ പ്രവേശനം സൌജന്യമാണ്. രാവിലെ 10 മുതൽ രാത്രി 9 മണി വരെയാണ് പ്രദർശന സമയം. ഖത്തറിലെ ദോഹയിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് മീറ്റിൽ ഒളിമ്പിക് മെഡൽ ജേതാവും ജാവലിൻ ത്രോയിൽ നിലവിലെ ലോക ചാമ്പ്യനുമായ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്നിറങ്ങും. ദോഹയിൽ നീരജ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷ. തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് റിമാൻഡിൽ. രാവിലെ ബെയ്ലിൻ ദാസിനെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തിരുവനന്തപുരം 11ാം മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കിയത്. ജൂനിയർ അഭിഭാഷക മർദ്ദിച്ചെന്ന് ബെയ്ലിൻ ദാസ് മൊഴി നൽകി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഹജ്ജ് യാത്രക്കാരുമായി ആദ്യ വിമാനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഇന്ന് വൈകുന്നേരം ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹജ്ജ് കമ്മിറ്റി വഴി പോകുന്ന 16,015 തീർത്ഥാടകരിൽ 5,857 പേർ കൊച്ചി വിമാനത്താവളം വഴിയാണ് പോകുന്നത്. തമിഴ്നാട്ടിൽ നിന്നും 199 പേരും ലക്ഷദ്വീപിൽ നിന്നും 111 പേരും കൊച്ചി വഴിയാണ് പോകുന്നത്. ഈ മാസം 30 വരെയാണ് ഹജ്ജ് യാത്ര. അടുത്ത മാസം 25 മുതൽ തീർത്ഥാടകർ മടക്കയാത്ര ആരംഭിക്കും. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ കുടുംബത്തിന്റെ കടബാധ്യത വീട്ടുന്നതിന് തയ്യാറാകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കൽപ്പറ്റയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് തളിപ്പറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് K ഇർഷാദിന്റെ വീടിന് നേരെ ഇന്നലെ അർദ്ധരാത്രി ആക്രമണം ഉണ്ടായി. വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തു. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിനും കേടുവരുത്തി. CPIM പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന IPL ക്രിക്കറ്റ് മത്സരം നാളെ മുതൽ പുനരാരംഭിക്കും. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് മത്സരം. രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗുജറാത്ത് ടൈറ്റൻസാണ് പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 2ാം സ്ഥാനത്തും പഞ്ചാബ് കിങ്സ് 3ാം സ്ഥാനത്തുമുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 306 പോയിന്റ് ഇടിഞ്ഞ് 82,224ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 82 പോയിന്റ് ഇടിഞ്ഞ് 24,979ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 110 രൂപ കൂടി 8,720 രൂപയും പവന് 880 രൂപ വർദ്ധിച്ച് 69,760 രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണവില. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരവാദത്തെ ചെറുത്ത ഇന്ത്യ ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയായ 51 റോഡുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ജമ്മുകാശ്മീരിലെ അവന്തിപ്പോര, ത്രാൽ പ്രദേശങ്ങളിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ 2 ദിവസമായി നടന്ന ഏറ്റുമുട്ടലിൽ 6 ഭീകരർ കൊല്ലപ്പെട്ടു. മലപ്പുറത്ത് ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൌത്യം ശക്തമാക്കി വനം വകുപ്പ്. ഡെങ്കിപ്പനി പ്രതിരോധ നടപടികളുടെ പ്രാധാന്യത്തിലൂന്നി ഇന്ന് ദേശീയ ഡെങ്കിപ്പനി ദിനം. ദോഹയിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് മീറ്റിൽ നിലവിലെ ലോക ചാമ്പ്യനായ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്ന് മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.